ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? പറവകൾ പാറി. അപ്പം ചിത്രത്തിൽ എത്ര തരം പറവകളെ കാണുന്നുണ്ട്? കാക്ക, തത്ത, പ്രാവ്, പൊന്മാൻ, അല്ലേ? അപ്പം നമുക്ക് ഈ പാട്ട് ഒരുമിച്ച് പാടാം. പറവകൾ പാറി, പട 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 പറവകൾ പാറി, തന 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 തനു തിന താന. ഒന്ന് പാടിയേ, എല്ലാവരും ഒന്ന് പാടിയേ. പട 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 പറവകൾ പാറി, തന 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 തനു തിന താന. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പറവകൾ ഏതൊക്കെയാ? കാക്കയുണ്ട്, തത്തയുണ്ട്, പ്രാവുണ്ട്, പൊന്മാനുണ്ട്. ഇവയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശരി, അടുത്ത ഭാഗം. കലപില കലപില പറവകൾ പാടി. ബാക്കി എന്താ? നമുക്ക് പൂരിപ്പിക്കാനുള്ളതല്ലേ ഇത്? തന 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 തനു തിന താന. അപ്പം തന 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 തനു തിന താന. ബാക്കി എന്താ? തന 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 തനു. ബാക്കി നിങ്ങൾ പാടിയേ, എല്ലാവരും കൂടെ ഒന്ന് പാടിയേ. തനു തിന താന. അപ്പം ഈ ചിത്രത്തിൽ കാണുന്ന പക്ഷികളെ പേരറിയാമോ? മഞ്ഞക്കിളി, പിന്നെ തൂവലുകൾ, അല്ലേ? അപ്പോൾ നമ്മുടെ മുന്നിലിപ്പോൾ ഉള്ളത് വെള്ളത്തൂവലുള്ളത് എന്തിൻ്റെ തൂവലാണ് വെള്ള? പ്രാവിൻ്റെ, അല്ലേ? പച്ചത്തൂവലോ? തത്തയുടെ. കറുത്ത തൂവൽ കാക്കയുടെ, അല്ലേ? മിടുക്കർ. എല്ലാവർക്കും എല്ലാം അറിയാമോ? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരച്ച് രേഖപ്പെടുത്തണം. കാക്കയുടെ തൂവൽ ഏതാണ്? തത്തയുടെ തൂവൽ ഏതാണ്? പ്രാവിൻ്റെ തൂവൽ ഏതാണെന്ന്, അല്ലേ? ഇനി ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഏതൊക്കെ തരം പക്ഷികളെയാണ്? പരുന്തുണ്ട്, മൂങ്ങയുണ്ട്, പൊന്മാനുണ്ട്, മയിലുണ്ട്, അല്ലേ? അപ്പോൾ ഇവയുടെയൊക്കെ തൂവലുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറയുമോ? നീല കളർ ഏതിൻ്റെയാ? പൊന്മാൻ്റെ, അല്ലേ? ഗ്രേ കളർ കുഞ്ഞു തൂവൽ മൂങ്ങയുടെ, അല്ലേ? അതേ ഗ്രേ കളർ തന്നെ വലിയ തൂവല ഏതിൻ്റെയാ? പരുന്തിൻ്റെ, അല്ലേ? ഇനി അവിടെ എഴുതിയേക്കുന്നത് കണ്ടോ? തനു തിന തൂവലു താ. അപ്പം നമുക്ക് ഒരു തൂവൽ ശേഖരണം ചെയ്യണം. അപ്പം നമുക്കത് അടുത്ത വീഡിയോയിൽ നമ്മൾ ശേഖരിച്ച തൂവലുകളെയൊക്കെ കൂട്ടുകാർക്ക് കാട്ടിത്തരാം, കേട്ടോ? അപ്പോൾ അതുപോലെ ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? മുട്ടത്തോട്. നമ്മൾ വലിച്ചെറിയുന്ന മുട്ടത്തോടിൽ നിന്നും നമുക്ക് എന്തൊക്കെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാം? കരകൗശല വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? രസകരമായ മുഖംമൂടി കണ്ടില്ലേ? ആ തൂക്കിയിട്ടേക്കുന്ന മുഖംമൂടികൾ കണ്ടില്ലേ? അത് മുട്ടത്തോടിൽ ചെയ്തതാണ്. അപ്പം നമുക്ക് എന്തൊക്കെ ആയിരിക്കുന്ന വസ്തുക്കളെ കണ്ടോ? ക്രിസ്മസ് പപ്പ, പിന്നെ വണ്ടൻ, പിന്നെ പശു, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ ആ മേശപ്പുറത്തിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ അതേപോലെ വേസ്റ്റായി പോയ മുട്ടത്തോടിൽ നിന്നും പൂക്കൾ, വേസ്റ്റായി പോകുന്ന മുട്ടത്തോടിൽ നിന്നും പൂക്കളെയും മറ്റ് സാധനങ്ങളെയും നിർമ്മിക്കാം.